ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഏറ ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് പോയതാണ്. കാടപ്പടിയുള്ള ഏറ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പം സ്കൂളിൻ്റെ ഓരോ ബാഗ്, ബുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആളുകളുണ്ട് ഇതിനായിട്ട് വന്നത്. അപ്പോൾ കൊട, അതേപോലെ ബാഗ്, ബുക്ക്, വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ്, പിന്നെ ഇറേസർ, പല ഐറ്റംസ് സാധനങ്ങളുണ്ട്. അപ്പോൾ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നോട്ട്ബുക്ക്, പുസ്തകങ്ങളൊക്കെ പുതിയത് വാങ്ങുന്നത്. മനസ്സിൽ പോയിട്ടില്ല. നോട്ട്ബുക്ക് ഭയങ്കര സംഭവമാണ്. പക്ഷേ ഞാൻ വാങ്ങിയിട്ടില്ല. വാങ്ങിയിട്ട് ഇവിടെ വെറുതെ പാത്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനത് വാങ്ങിയിട്ടില്ല. ഇവിടെ കുറേ കുട്ടികൾക്കൊക്കെ എടുക്കാനുള്ളതുണ്ടേനി. അപ്പോൾ അവർക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയതാണ്. പലതരം ബോട്ടിലുകളൊക്കെ ഉണ്ട്. ഓരോന്ന് കാണുമ്പോൾ നമുക്ക് എടുക്കാൻ പേടിയാവുന്നതാണ്. ഏതാ അതിൽ നിന്ന് എടുക്കേണ്ടതെന്ന് അറിയില്ല. ഇതൊക്കെ കുട്ടികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പെൻസിലാണ്. പിന്നെ ഞാൻ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഞാൻ കുട്ടികളടുത്ത് കാണുന്നുണ്ട് പല ഐറ്റംസ് പെൻസിലുകളും. പക്ഷെ ഇതൊന്നും വാങ്ങാൻ കഴിയാത്ത കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനാണ് അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ ഇത് പൗച്ചിൻ്റെ സെക്ഷനാണ് കേട്ടോ. പല തരത്തിലുള്ള പൗച്ച്. ഇതിൽ എനിക്ക് ഈ വൈറ്റ് കളറാണ് എനിക്കിഷ്ടമായത്. ഞാൻ അവരോട് കുറേ പറഞ്ഞാൽ വൈറ്റ് കളർ നല്ല റേറ്റ് ഉണ്ട്. എല്ലാ സാധനത്തിനും ഇപ്പോൾ റേറ്റാണ്. നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലേ. ഉള്ള പോറ്റ വാങ്ങലില്ലേനി. പക്ഷെ ഇങ്ങനത്തെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പഠിക്കുന്ന സമയത്തൊന്നും. ഒരു ആർഭാടായിട്ട് ഏതായാലും നല്ല രസമുണ്ട്. ഇങ്ങനത്തെ കടയിലൊക്കെ കയറിയാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഒന്നും കൂടി സ്കൂളിൽ പോകാനാണ് പൂതിയാവുക. കടയിലേക്കാണ് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ സ്കൂൾക്ക് ഒന്നും കൂടി പോകാൻ തോന്നും. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ എടുക്കാൻ, ഏതൊക്കെ എടുക്കേണ്ടത്, എന്തൊക്കെ വാങ്ങേണ്ടത് ഒന്നും അറിയില്ല. ഇത് ഫയലുകളാണ്. പിന്നെ എനിക്കെല്ലാം കൂടി ഒരുമിച്ച് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട്. വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ ഒരുപാടുണ്ട്. പിന്നെ എനിക്ക് ടൈമില്ലേനി. അതുപോലൊക്കെ കുട്ടികൾക്കുള്ള എടുത്ത് പിന്നെ എനിക്ക് നേരം വിചാരിച്ചിട്ട് വേഗം അവിടെ നിന്ന് പോകണം. ഞാൻ റെഡ് മഷീൻ്റെ പാക്ക് മാത്രം എടുത്തു. എനിക്കിപ്പോൾ അതാണ് ആവശ്യമുള്ളത്. അപ്പോൾ ആ റെഡ് മഷി മാത്രം ഞാൻ പലതരം പെന്നുകളും പിന്നെ എന്താ പറയുക, അതിൻ്റെ ഉള്ളിലാണ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നത്. പിന്നെ ഇറേസർ, കട്ടർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ പല കളർ ഐറ്റംസ് പെന്നുകളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ നോക്കി. എനിക്ക് പല കളറും പിന്നെ കുട്ടികൾക്ക് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഞാൻ എടുത്തില്ല. പക്ഷെ അത് മഷി വേഗം പെട്ടെന്ന് തീരും. അപ്പോൾ ഞാനതെടുത്തില്ല. പിന്നെ വേഗം കലങ്ങി പോകണം, വെള്ളമൊക്കെ ആയാലും ഇതായി പോയി വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെച്ച്. പിന്നെ ഇതേപോലെ കളർ ഐറ്റംസ് ഞാൻ ഇതിന് മുമ്പ് കുറച്ച് മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് എഴുതി തീരുന്നത് കൊണ്ട് തന്നെ ഞാൻ അത് എടുത്തില്ല. ഞാൻ ഇതുവരെ റെഡ് മെഷീൻ്റെ ഇത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. നോട്ട്ബുക്കൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്കിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ അവരൊക്കെ എടുത്തിന്. പിന്നെ അവിടെ പോയപ്പോൾ അവിടുത്തെ പിന്നെ എനിക്ക് തോന്നി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നോക്കാൻ പോയത് ബുക്കിൻ്റെ തുമ്പന്നൊക്കെ ഞാൻ കുറച്ച് നേരമൊക്കെ മാറിയിരുന്നു. പക്ഷേ എനിക്ക് ആ സെക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിനി. പിന്നെ ഇവിടെ പിന്നെ സെറാമിക്കിൻ്റെ കുറേ ജഗ്ഗുകളും അതേപോലെ പിന്നെ കപ്പുകളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇത് പലതരം വാട്ടർ ബോട്ടിൽസാണ് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം കുടിക്കാമെന്ന് വെച്ചിട്ട് വാങ്ങാനൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ വാങ്ങിയിട്ടില്ല. ഇത് പിന്നെ അനിയത്തിൻ്റെ മൂക്ക് ടിഫിൻ ബോക്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നോക്കിയതാണ്. അതൊക്കെ ഞാൻ കുറച്ച് നേരം എടുത്ത് നോക്കിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് തന്നെ വേഗം പോയി. ഈ ജഗ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അത് എടുക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായി. പക്ഷേ ഞാൻ എത്തിയില്ല. അതിന് നല്ല റേറ്റ് ഉണ്ട്. ആൾ ചെറുതാണെങ്കിലും റേറ്റ് കൂടുതലാണ്. അതേപോലെ ഓരോ പാത്രങ്ങൾ കാണുമ്പോൾ ഇങ്ങനത്തെ പാത്രക്കടയിൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ കുറച്ചൊരു പണിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കടകളിൽ കയറുക. അതേപോലെ ഡ്രസ്സിൻ്റെ കടയിൽ ഡ്രസ്സ് എടുക്കാനൊക്കെ എനിക്ക് തിരഞ്ഞെടുക്കാൻ ഭയങ്കര പ്രയാസമാണെങ്കിലും അങ്ങനത്തെ കടയിൽ കയറാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ കണ്ടില്ല പലതരം കുക്കറുകൾ, പിന്നെ നല്ല നല്ല കുക്കറുകളാണ് കേട്ടോ. റേറ്റൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല, കാരണം ഞാനത് വാങ്ങണില്ലല്ലോ. അപ്പോൾ ഞാനതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കണമെന്ന് ഇങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ എടുത്തതാണ്. ടിഫിൻ ബോക്സുകളാണ്, പല തരത്തിലും ഉണ്ട്. ടിഫിൻ ബോക്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് വാങ്ങാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു വട്ടമല്ലേ ഉപയോഗിക്കുള്ളൂ. ആ ഉപയോഗിക്കണത് തന്നെ കേട് വരുമല്ലോ. അപ്പോൾ സ്റ്റീലിൻ്റെതാവുമ്പോൾ പിന്നെ അതന്നെ മതി വെച്ചു. പിന്നെ ഇതൊക്കെ കുടകളാണ്. കുട അങ്ങനെ അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് കുട്ടികൾക്ക് പറ്റിയതാണ്. വലിയ കുടകളൊന്നും വല്ലാതെ ഇല്ല കേട്ടോ. പിന്നെ ജോൺസൻ്റെ ഒക്കെ ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഞാനതൊന്നും എടുത്തില്ല. ഒക്കെ കണ്ടു പോകുന്നതല്ല എടുത്തിക്കണേ. ഞാൻ എടുത്തില്ലെങ്കിലും മറ്റുള്ളവരൊക്കെ എടുത്തിക്കണേ. പിന്നെ ഇത് പല കളർ ഐറ്റംസ് ആട്ടോ പെന്നുകൾ. ഇതൊക്കെ വേഗം മഷി പോകണതുകൊണ്ട് ഞാൻ പിന്നെ അതൊക്കെ അവിടെ തന്നെ വെച്ച്. പിന്നെ ഞാൻ എടുത്താണ് ഒരു സെറ്റ് എടുത്താണ്. ഈ ഒരു പെന്ന് കണ്ടില്ലേ, ഗണ്ണാണ്. അത് കുട്ടികൾക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. തോക്ക് വെക്കാമെന്നൊക്കെ പറഞ്ഞാണ്ടേ അത് എടുക്കണം എന്നുള്ള വാശിയായി. പിന്നെ ഒരു വായൻ്റെ ഒരു പെന്നുണ്ട്. പഴത്തിൻ്റെ മോഡലാണ് ആ പെന്ന്.
ഇതൊരു ഫ്ലവറാണ് എൻ്റെ കയ്യിലുള്ളത്, ശരിക്കും വീഡിയോയിൽ കുടുങ്ങിയിട്ടില്ലല്ലേ. അപ്പം പിന്നെ ബാഗ് ഐറ്റംസിൻ്റെ ബാഗിൻ്റെ ഭാഗത്തേക്കാട്ടോ പോയത്. പലതരം ബാഗുകളുണ്ട്. പിന്നെ ഇത് ഗ്യാസിൻ്റെ സ്റ്റൗവാണ്. അവർ അവിടെ സാധനങ്ങൾ എടുക്കുക. ഇപ്പം ഞാൻ എല്ലാം അങ്ങോട്ട് പോകുന്നു. അല്ല, ഇത് കറണ്ടിൻ്റെ അടുപ്പാണ് കേട്ടോ. ഗ്യാസും ഉണ്ട്, രണ്ടും ഉണ്ട്. അങ്ങനെ ഗ്യാസിൻ്റെ അടുപ്പുകളൊക്കെ നല്ല സെറ്റപ്പ് അടുപ്പുകളുണ്ട്. പിന്നെ അടിപൊളിയായിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഏറെയിൽ നമുക്കൊരു കടയൊക്കെ കണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കാണ്ട്. ഒരു വീട്ടിലേക്ക് എന്താണോ ആവശ്യമുള്ളത് അത് മുഴുവൻ ആ കടയിലുണ്ട് കേട്ടോ. വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ഈസി കുക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്ന് കരണ്ടിൻ്റെ അടുത്ത് വാങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വാങ്ങിയിട്ടില്ല. ഞാനൊന്നും വാങ്ങിയിട്ടില്ല പറഞ്ഞില്ലേ. ഇത് മറ്റേ ജഗ്ഗുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ്. കൈപ്പാട്ട എന്നൊക്കെ പറയും. ഡിന്നർ സെറ്റുകൾ, അതേപോലെ ഇത് ചെറിയ എന്താ പറയുക, ചെറിയ സ്റ്റീലിൻ്റെ കുടുക്കകളൊക്കെ ഇല്ലേ, അതാണ്. കുടുക്ക, കലം ഒക്കെ പറയാം, മൊന്ത അങ്ങനെയൊക്കെ പറയില്ലേ, അതാണിത്. ആണുങ്ങളൊക്കെ പറയണത് വെറുതെ അല്ല, പെണ്ണുങ്ങളായിട്ട് ഇങ്ങനത്തെ കടയൊക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയലുണ്ട് ആണുങ്ങൾ. സംഭവം ശരിയാണ്. നമുക്കിത് കണ്ടാൽ ഇതിൽ ഏതാണ് എടുക്കേണ്ടത്, ഇത് മുഴുവൻ കിട്ടിയാലും നമ്മൾ വേണ്ടാന്ന് പറയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മളെ പെണ്ണുങ്ങളെ അവസ്ഥ. ഇപ്പോൾ ഇതിലെല്ലാ സാധനവും നമുക്ക് ആവശ്യമുള്ളത് തോന്നും കണ്ടാൽ. പക്ഷേ വാങ്ങാനും പിന്നെ ഇപ്പോൾ ഏതായാലും വാങ്ങൂലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്നതാട്ടോ ഞാനെടുത്ത പെന്ന്. അതൊന്നും ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചില്ല. ഈ പാത്രത്തിൻ്റെ ഒരു കളർ കണ്ടോ, ഒരു ബ്രൗൺ കളറായിട്ട്. ഇത് സ്റ്റീലിൻ്റെ ചീനിച്ചട്ടികളാണ് കേട്ടോ. ഇത് എടുത്താലോ എന്ന് വിചാരിച്ചിനി, പിന്നെ അതും ഞാൻ വാങ്ങിയില്ല. ഈ ബാഗ് എങ്ങനെയുണ്ട്, ഈ റോസ് ബാഗ്, ഇതാണ് അവിടെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ചളിയാവണോണ്ട്, കുട്ടികളല്ലേ, കുട്ടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിടുമ്പോൾ അതൊക്കെ ചളിയാവും വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത് എടുക്കണ്ടെന്ന്. പിന്നെ ഞാൻ പോയത് മിക്സിൻ്റെ ഏരിയക്കാട്ടോ. മിക്സിയാണിത് ഫുള്ള്. പലതരം മിക്സികളും ഉണ്ട്. സുജാതൻ്റെ വേറെ ഓരോ കമ്പനികളൊക്കെ ഉണ്ട്. പല ഐറ്റംസ് ഉണ്ട്. കാണാൻ രസമുള്ളതും പിന്നെ ക്വാളിറ്റി ഉള്ളതും എല്ലാം ഉണ്ട്. ഏത് സാധനം ആയാലും നമുക്ക് കാണാൻ രസമുള്ള ആൾ നമ്മൾ ആദ്യം നോക്കുക, പിന്നല്ലേ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കുള്ളൂ. കണ്ണിന് രസമുള്ളത് ആദ്യം എടുത്ത് നോക്കും. അപ്പോൾ ഇതിൽ പലതരം മിക്സികളും ഉണ്ട്. കണ്ടിട്ട് ഏതൊക്കെ എടുക്കേണ്ടി അറിയില്ല. അതേപോലെ ഫാന്, ഇങ്ങനത്തെ ഫാനുകളും ഉണ്ട് കേട്ടോ, ഒരുപാട് പല മോഡലിലും. പക്ഷേ എനിക്ക് ആ ഫാനൊന്നും അങ്ങനത്തെ ഒന്നും കൊണ്ടുവയ്ക്കാൻ ആഗ്രഹമില്ല കേട്ടോ. കാരണം നമ്മളൊരു സ്ഥലം മുടക്കിയുണ്ട് അവിടെ കിടക്കും. അതിനായിട്ടല്ലേ സീലിംഗ് ഫാനാകുമ്പം സ്ഥലത്തിനൊരു ഇതില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഫാനൊന്നും വാങ്ങാൻ എനിക്ക് ആഗ്രഹമില്ല. പിന്നെ ക്ലോക്കുകൾ, ക്ലോക്ക് പലതരം ഉണ്ട്. പിന്നെ ഫ്രെയിമുകൾ, പലതരത്തിലുള്ള ഫ്രെയിമുകളുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ, ഒന്നും നമ്മൾ വാങ്ങാൻ വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ഓലൊക്കെ അവിടെ ഇങ്ങനെ സാധനം തിരഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ അവിടെ പോയി ഇങ്ങനെ വെറുതെ നോക്കിയതാണ്. ഇതിൽ ഈ ബ്ലൂ കളർ കാണുന്ന ഈ ഫ്രെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ലൊരു സീനറിയിൽ കാണുന്നത്, അത് ഭയങ്കര എനിക്ക് ഇഷ്ടമായിന് ആ ഫ്രെയിം. സ്റ്റീലിൻ്റെ ഗ്യാസ് അടുപ്പ് കണ്ടപ്പോൾ ഒന്നുകൂടി നോക്കിയതാണ് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റീലിൻ്റെ ഗ്യാസ് അടുപ്പ് വാങ്ങാനായിനി. ഇവിടെ വാങ്ങിയത് ഗ്ലാസിൻ്റെ ആണ്, പക്ഷേ ഞാൻ സ്റ്റീലിൻ്റെ വാങ്ങാനാണ് നോക്കി. പക്ഷേ റേറ്റൊക്കെ നല്ല ഉണ്ട് കേട്ടോ. സ്റ്റീലായാലും പണ്ടത്തെ നമ്മളെ അടുപ്പൊക്കെ സ്റ്റീലല്ലേ ഇനോ, പക്ഷെ അന്നൊന്നും റേറ്റ് ഇല്ല. 500 സംതിങ് ഒക്കെ അല്ലേ ഉള്ളൂ. 600 700 ആ ഒരു റേറ്റ് തന്നെ അന്നൊക്കെ. ഇപ്പോൾ 1000 സംതിങ് ഒക്കെ ഉണ്ട്. പിന്നെ അയൺ ബോക്സുകളാണ് എനിക്ക് ആവശ്യമുണ്ടായിന്, പക്ഷേ ഞാൻ വാങ്ങിയില്ല. അയൺ ബോക്സ് പിന്നെ അത്യാവശ്യമാണല്ലോ നമുക്ക് വീട്ടിൽ. അതുകൊണ്ട് പല റേറ്റിലും, കാണാൻ ഭംഗിയുള്ളതും ഭംഗിയില്ലാത്ത റേറ്റ് കൂടുതലുള്ളതും കുറവുള്ള എല്ലാം ഉണ്ട്. അതുപോലെ സീലിംഗ് ഫാനുകൾ ഒക്കെ ഉണ്ട്. ഇതൊക്കെ പിന്നെ ഓവൻ്റെ ഭാഗമാണ് കേട്ടോ. ഇവിടെ ഫുള്ളും അത് തന്നെയാണ്. പലതരം ഉണ്ട്, ഗ്ലാസിൻ്റെതായിട്ടും അല്ലാത്തൊക്കെ ഉണ്ട്.
ഇത് പിന്നെ ബെഡ്ഷീറ്റുകളാണ് കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ കുറേ നോക്കി. ബെഡ്ഷീറ്റൊക്കെ എടുക്കണമെന്നുണ്ടേനി. പക്ഷേ പിന്നെ ബെഡ്ഷീറ്റിന് അത്യാവശ്യമൊന്നുമില്ല. കണ്ടപ്പോൾ ഇങ്ങനെ വാങ്ങാൻ ആഗ്രഹം. പെണ്ണുങ്ങളല്ലേ, സ്വാഭാവികമായിട്ട് ആഗ്രഹം ഉണ്ടാവില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടാലേ. ബെഡ്ഷീറ്റ് നല്ല റേറ്റ് കുറവുള്ളതൊക്കെ ഉണ്ട് കേട്ടോ, പലതരം ഉണ്ട്. ഇത് പിന്നെ മാറ്റുകളാണ്. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് പോരാൻ നേരത്ത് പിന്നെ ഒന്നുകൂടി എടുത്ത വീഡിയോ ആണത്. പിന്നെ ആദ്യം ഞാൻ ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതിന് മുമ്പ്. പക്ഷേ പിന്നെ ഒന്നും കൂടി ഞാൻ തിരക്കിട്ട് പോരുകയെന്ന് വിചാരിച്ചാൽ ഞാൻ പോകുന്ന പോലെയൊക്കെ അവിടെ തിരഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് നിൽക്കണം. എനിക്ക് നേരം വൈകിയപ്പോൾ ഞാൻ പറഞ്ഞു പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വേഗം പോകുന്നതാണ്. അങ്ങനെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.